അങ്ങനെ പാരീസിന്റെ തെരുവുകളിലൂടെയുള്ള യാത്ര. അങ്ങനെ പാരീസിൻ്റെ തെരുവുകളിലൂടെയുള്ള യാത്ര ഈഫൽ ടവർ തേടി. യെസ്, പാരീസ് എന്ന് പറയുമ്പോൾ അറിയില്ല, ചൈനയാണ് ആ ക്യാപ്ഷൻ ഇട്ടുന്നത്. ഹാരിസ് ആൻഡ് പാരീസ്, അതാണ്. പക്ഷെ കാഴ്ചയുള്ള ഭംഗി എന്നാണ് രക്ഷയില്ല കേട്ടോ. ക്യാമറ എങ്ങനെ തിരിച്ചാലും അതൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഫുഡുകളൊക്കെ കിട്ടുന്ന, നല്ല അടിപൊളി കബാബ്സും മറ്റൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ധാരാളം സുവനീർസ് വിൽക്കുന്ന ഷോപ്പുകൾ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞവണിക്ക കണ്ട ഒരു കടയിലത്തെ പുറത്ത് ബോർഡുണ്ട്, ഞവണിക്ക തവള. യെസ്, സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ തായ്ലൻഡിലും മലേഷ്യ സിംഗപ്പൂരും മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇത്തരം സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. ചിക്കയും കക്കയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തായ്ലൻഡിൽ കിട്ടുന്ന പല ഐറ്റംസ്. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഈ ലൈനിൽ കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള ഷോപ്പുകളാണല്ല. പല രീതിയിലും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തവളയും ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റം തന്നെയാണ്. അപ്പോൾ പാരീസിലെ തവളകൾ രക്ഷയില്ല, ഒരുപാട് സംഭവങ്ങളൂടെ ഉണ്ട്. അതിൻ്റെ ശംഖ് വിത്ത് അതിൻ്റെ സൂപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. യെസ്, എല്ലാ കടകളിലും കേട്ടോ. പോണ വഴിയിലൊക്കെ അത് തന്നെയാണ്. ഇവിടെ എത്തിയത് മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ തോന്നുന്നുണ്ട് എന്തായാലും. യെസ്, ഇലക്ട്രിക് ബസ് സ്റ്റോപ്പ് കൂടെ ഉണ്ട്. ട്രെയിനിലാണ് വന്നത്. ഇനി നമ്മൾ ബസ്സിൽ കയറിയാ പോകുന്നത്. ഇവിടെ എത്ര ദൂരം ഉണ്ടാവും നോക്കണം. യെസ്, നോക്കാം. ഡിപ്പെൻസ് ഓൺ ട്രാഫിക്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഷവർമ എന്നല്ലേ പറയോ? ഇവിടെ ചവർമ എന്ന് പറയോ? ഇതേ കണ്ടില്ലേ, ഷവർമ. ഫലോഫിലൊരു ഷവർമ, കുഴപ്പമില്ല. അങ്ങനെ ഒരു ഷവർമക്കട ഇവിടെ ഉണ്ട്. അതുപോലെ ഫുള്ള് ഒരുപാട് ഭക്ഷണശാലകൾ, ചിക്കനൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഒരുപാട് സീ ഫുഡ് ഉണ്ട്. യെസ്, ഒന്നും പറയാനില്ല. കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ട് മനസ്സിലാക്കി പഠിച്ചു വരുന്നതേ ഉള്ളൂ. യെസ്, നമ്മുടെ ബസ്സിന് ടിക്കറ്റ് അച്ഛൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റൂട്ട് മാപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാരീസ് ചുറ്റിക്കറങ്ങി കാണാനായിട്ട് ഈ ബസ്സിൻ്റെ സേവനം അടിപൊളിയാണ്. അതിൻ്റെ മൊബൈൽ ആപ്പ് സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൂറിലൊക്കെ വരുമ്പോൾ നമ്മളിതെല്ലാവരും കാര്യം നമ്മൾ അറേഞ്ച് ചെയ്യും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മഴയില്ലെങ്കിൽ മുകളിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ദൃശ്യങ്ങൾ പകർത്താം. പക്ഷെ ഇന്ന് മഴ ഉണ്ടായിരുന്നാലും മുകളിൽ പോയി നിന്ന് പകർത്തി ഞാൻ തീരുമാനിച്ചു. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയെന്ന് അറിയാൻ തന്നെ തീരുമാനിച്ചത്. അതെ, നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞിട്ടാ. യെസ്, ഓക്കെ. അപ്പോൾ വണ്ടി കയറുമ്പോൾ തന്നെ അതെ ഹെഡ്സെറ്റ് ഉണ്ട്. അതുപോലെ അതെ നമ്മളുടെ ഇതുണ്ട് കേട്ടോ. മാപ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രിയേട്ടൻ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നു. വീണ്ടും നമ്മളിത് മുകളിലും മഴയാണ്. പക്ഷെ എന്തായാലും ഞാൻ മഴ കൊള്ളാൻ തന്നെ തീരുമാനിച്ചു. എല്ലാവരും താഴെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് വിഷ്വൽസ് ഒക്കെ പകർത്തുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താൻ പറ്റും. ഇന്നത്തെ കാണാനുണ്ട്. ലെൻസുമ്മ വെള്ളം വീഴണത് മാത്രമാണ് ഒരു പ്രശ്നം. കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് തന്നെ കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. നല്ല തണുപ്പത്ത് ഇവിടെ നിന്നത് എടുക്കുമ്പോൾ കുറച്ചൊന്നും അല്ല കേട്ടോ എഫേർട്ടൊക്കെ ഉള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ ചിലവാക്കിയിട്ടൊക്കെയാണ് ഓരോ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണത്. അപ്പൊ നിങ്ങളുടെ ലൈക്ക്, ഒരു കമന്റ്, ഷെയർ ഒക്കെ വളരെ വലുതാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, വീണ്ടും കാഴ്ചകൾ കാണാം.
നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും കാറ്റിൻ്റെ കട്ടി കൂടുമ്പോൾ സൂചി കൊണ്ട് കുത്തുന്ന പോലെയുണ്ട. നാളെ ഇനി വയ്യാണ്ടാകാവൂ. ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിൽ. എല്ലാവരും താഴെ തണുപ്പ് കാരമുണ്ട്. എനിക്ക് മാത്രമാണ് ഈ വട്ടമുള്ളത്. എന്നതിൻ്റെ പേരിലാണ് ഈ കാഴ്ചകൾ എൻ്റെ പ്രേക്ഷകർക്ക് എത്തിക്കണ്ടേ. വേറെ എല്ലാവർക്കും അവരവരുടെ കണ്ണിലൂടെ കാഴ്ചകൾ കണ്ടാൽ മാത്രം പോരെ. കഥ പറഞ്ഞിരിക്കാൻ സമയമില്ല. അതേ മുന്നോട്ടുള്ള കാഴ്ചകൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഈ റിവറിലൂടെ ക്രൂയിസൊക്കെ ഉണ്ട് കേട്ടോ. ധാരാളം ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സഞ്ചാരികളായിട്ട്. അപ്പോൾ ഡേ ക്രൂസുകൾ, നൈറ്റ് ക്രൂസുകളൊക്കെ ഉണ്ട്. നമുക്ക് മുന്നോട്ട് നമുക്കതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു രക്ഷയില്ലാട്ടാ. രക്ഷയില്ലാന്ന് പറഞ്ഞാല് മഴ, തണുപ്പ്. ആൾക്കാർ ചോദിക്കാണ്ട് 2 ഇന്ത്യക്കാർ. അച്ഛൻ്റെ പാസ്പോർട്ട് മാത്രം കണ്ടാലാണല്ലോ അമേരിക്ക അറിയുള്ളൂ. കാഴ്ചയിൽ ഇന്ത്യനാണല്ലോ. 2 ഇന്ത്യക്കാര് വട്ടന്മാര് ബസ്സിന് മുകളിൽ മഴയെന്നറിഞ്ഞ് തണുപ്പത്ത് എന്ത് കാര്യത്തിലിരിക്കണമെന്ന് ചിന്തിക്കണ്ടായിരിക്കും. പക്ഷെ അവർക്ക് അറിഞ്ഞോണ്ടല്ലോ ഇത് ഈ നമ്മുടെ ഈ യാത്ര പരമാവധി കാഴ്ചകൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാന്നുള്ളത്. സൗണ്ടൊക്കെ മാറി തുടങ്ങി. ലാൽജു സാറിനെ പോലെ ആയൊന്ന് ഡൗട്ട് ഉണ്ട്. അപ്പൊ കഥ പറഞ്ഞിരിക്കാൻ നേരമില്ല. അപ്പോൾ നമുക്ക് ബസ്സിലിരുന്നിട്ട് നമ്മുടെ യാത്ര നമുക്ക് കറങ്ങിക്കാണാനുള്ള അവസരമാണ് കേട്ടോ. നല്ല തണുപ്പത്ത് നമ്മളിത് സംഭവം കണ്ടിട്ടിരിക്കുന്നത്. ആർക്കിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മളിത് വീണ്ടും മുന്നോട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈഫൽ ടവറിൻ്റെ മുകൾ വശം നമുക്ക് അങ്ങ് ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ കാണുന്നില്ലേ? ഇതാ കാണുന്നതാണ് ഈഫൽ ടവറിൻ്റെ. ഇത്രയും കാലം ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നേരിട്ട് കാണാൻ പോകുന്നു. അവിടെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നു. എന്തൊക്കെയാണ് തണുത്തിട്ട് പോയാൽ കയ്യൊന്നും വിരലൊന്നും അനങ്ങണില്ല. അത്രയും ഇതായി. ഗ്ലൗ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ ഇതിൽ ടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ മുന്നോട്ട് ഭയങ്കര ട്രാഫിക് ജാമൊക്കെ കാണുന്നുണ്ട്. മുമ്പോട്ടില്ല, ആ പോകുന്ന വഴിയില്ല കേട്ടോ. കടന്നു വരുമ്പോൾ അപ്പോൾ നമ്മൾ ഈഫൽ ടവർ നമ്മൾ കാണാൻ പോകുന്നു.
അത്രയും തണുപ്പായിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്തിനായാലും എനിക്ക് നല്ല തണുപ്പുണ്ട്, മൂക്കടഞ്ഞിട്ടുണ്ട്, ചുമ വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വിഷലാണ് പ്രധാനം, അതിനപ്പുറത്തേക്ക് കോംപ്രമൈസ് ഇല്ല. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ വീണ്ടും വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. സൈഡിൽ നമുക്ക് ടവർ നമുക്ക് കാണാം. ആ സൈഡിൽ കാഴ്ചകൾ ടവറിനെ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പോകുന്നത് വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട്. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിട്ട് പോലും നല്ല തിരക്കുണ്ട്. ഇപ്പോൾ തന്നെ എന്തും ഭംഗിയല്ല, പിന്നെ ഈ ഇലകളൊക്കെ ആയി അതിന് ആ കളറൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗിയെന്ന് ആലോചിച്ച് നോക്കിയാൽ. അങ്ങനെ നമ്മൾ ഈഫൽ ടവറിൻ്റെ അടുത്തെത്തി. അങ്ങനെ നമ്പർ 9 അല്ലേ പറഞ്ഞത്, പക്ഷേ 8 ആണല്ലോ. യെസ്, ആ അതെ. ഇപ്പോൾ ബസ്സിൻ്റെ 8ാം നമ്പർ സ്റ്റോപ്പ് കേട്ടോ, ഞാൻ കണ്ടില്ലേ. ഓക്കെ, യെസ്, ഇതാണ് ഒരു 1.5 കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. യെസ്, അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഈഫൽ ടവറിൻ്റെ മുമ്പിലെത്തിയിട്ടാ. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഇത്രയും നാൾ നമ്മൾ ചിത്രങ്ങളിലും അതുപോലെ വീഡിയോകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളൂ. ഇപ്പം അതിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കാണുക ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ്. പ്രത്യേകിച്ച് ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈജിപ്തിലെ പിരമിഡിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോഴും അതുപോലെ. അല്ല അജയ, എന്താണ് അച്ഛൻ്റെ പല പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ അല്ലേ, എന്താണ് ഇതിൻ്റെ ഫീൽ എന്തെന്ന് പറഞ്ഞ്? നമ്മൾ ഐക്കോണിക് ഐഫൽ ടവറിന് മുമ്പിൽ നിൽക്കുവാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് കയറാൻ വേണ്ടിട്ട് പോവാ. പക്ഷെ അതിന് മുമ്പിട്ട് ഇവിടെ ഇറങ്ങിയത് എന്തറിയോ, ഒരു റിവർ ക്രോസ് ചെയ്യാം. നമ്മൾ പോകുന്ന റിവർ ക്രൂസ് ഇല്ലേ, അത് ആ റിവറിനകത്തൂടെ നമ്മൾ പോകാൻ പോകുന്നത്. ഈ റിവറിന് നമ്മൾ ക്രോസ് അക്കരം ചെല്ലുമ്പോഴാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാം. മഴയാ, എന്നാലും ഒരു രസമാണ് നടക്കാനായിട്ട്. ഇവിടെ കാണാം കുറേ. അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പൂട്ടിടത്തില്ലേ, പൂട്ടൊക്കെ കാണാം. രസകരമായ കാര്യം. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ടവറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് 2:30 മണിയല്ലേ ചാ? 2:15 റിപ്പോർട്ടിംഗ് ടൈം. 2:30 അവർ ഉള്ളിൽ കൊണ്ടുപോകും. അപ്പോൾ ടൈമിന് അങ്ങോട്ട് എത്തണം. അപ്പോൾ നമ്മളങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. യെസ്, ബസ് അതിൻ്റെ അടുത്തേക്ക് പോകും. പക്ഷെ നമ്മൾ അത് നിന്നില്ല. നമുക്ക് കുറച്ച് ദൂരെ നിന്നുള്ള വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു സ്റ്റോപ്പ് മുമ്പോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത്.